കേരളത്തിലെ യുവരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ശ്രദ്ധ നേടിയ ഫാത്തിമ താഹിലയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 1993 സെപ്റ്റംബർ 5 ജനിച്ചത്. കോഴിക്കോട് സ്വദേശിനിയാണ്. നിയമപഠനം നടത്തി അഭിഭാഷകയായി പ്രവർത്തിച്ചു. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടിൽ നിന്ന് LLB പഠിച്ചു. പിന്നീട് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരിൽ നിന്ന് LLM പൂർത്തിയാക്കി. രാഷ്ട്രീയ പ്രവേശനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ പ്രവർത്തകയായി പ്രവർത്തിച്ചു. MSFന്റെ വനിതാ വിഭാഗമായ ഹരിതയുടെ സ്ഥാപക സംസ്ഥാന പ്രസിഡന്റായിരുന്നു. സ്ത്രീകളുടെ അവകാശം, ജെൻഡർ സമത്വ, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ തുറന്ന നിലപാട് എടുത്തതിനാൽ ശ്രദ്ധിക്കപ്പെട്ടു. സാമൂഹിക പ്രവർത്തനങ്ങൾ. ഫാത്തിമ താഹിലിയ പല വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസാവകാശം, സൈബർ ബുള്ളിങ്ങിനെതിരെയായ പ്രവർത്തനം, ബാലവിവാഹ വിരുദ്ധ നിലപാട്, മുസ്ലിം സ്ത്രീകളുടെ സാമൂഹിക പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ. അവരുടെ പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയ ഇടപെടലുകളും യുവാക്കൾക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് കുറ്റിച്ചിറ വാർഡിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രാദേശിക രാഷ്ട്രീയത്തിലൂടെ ജനകീയ പ്രവർത്തനം നടത്തിയ ശേഷമാണ് നിയമസഭയിലേക്ക് എത്തിയത്. ചരിത്ര വിജയം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്ന് IUML സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. CPIM നേതാവ് TP രാമകൃഷ്ണനെ തോൽപ്പിച്ചു. ഏകദേശം 5087 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യ വനിതാ MLA ആയി മാറി. ഫാത്തിമ താഹിലിയുടെ വിജയം കേരള രാഷ്ട്രീയത്തിൽ യുവ വനിതാ നേതാക്കളുടെ ഉയർച്ചയുടെ പ്രതീകമായി. മുസ്ലിം ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യത്തിലെ പുതിയ അധ്യായമായി. മലബാർ രാഷ്ട്രീയത്തിലെ വലിയ മാറ്റമായി വിലയിരുത്തപ്പെട്ടു. താങ്ക് യു.